അനുവദിക്കുന്നില്ല, കമ്മിറ്റി രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. ശ്വേതാ മേനോൻ പുറത്തേക്ക് വരുന്നു, വൈകാരികമായി പ്രതികരിക്കുന്നു, പാവയായി തുടരാനില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ശ്വേതയ്ക്കെതിരെ ശ്വേതയുടെ ആരോപണത്തിന് മറുപടിയുമായിട്ടും ബാബുരാജ് രംഗത്ത് വരുന്നത് കാണുകയാണ്. അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് അവസാനം എത്തുകയാണ്. വലിയ പ്രതീക്ഷയോടെയാണ് താരസംഘടനയായ അമ്മയിൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ വനിതാ നേതൃത്വം വരുന്നത്. പക്ഷേ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ആ ഭരണസമിതിക്ക് ഒന്നടങ്കം രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. തുടർച്ചയായ വിവാദങ്ങൾ, തുടർച്ചയായ ആരോപണങ്ങൾ, പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിയ കേസുകൾ, ഒടുവിൽ ജനറൽ ബോഡിയിലെ അംഗങ്ങൾ തന്നെ അവിശ്വാസ പ്രമേയത്തിനായി നീക്കം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഇന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ മുഴുവൻ ആളുകളും രാജിവെച്ച് പിരിയുന്നത് നമ്മൾ കണ്ടു. നേരത്തെ രാവിലെ ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ പോലും അത് പാസാക്കിയെടുക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് കഴിഞ്ഞിരുന്ന വലിയ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കണക്കുകളിൽ അവ്യക്തതയുണ്ട് എന്നാണ് ജനറൽ ബോഡി അംഗങ്ങൾ പറഞ്ഞത്. ആദ്യം ശ്വേതാ മേനോന് നേരെ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളാണ് ജനറൽ ബോഡിയിൽ ഉയർന്നു വന്നത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുമായി ഡീലുണ്ടാക്കിയെന്ന ആരോപണം വന്നു. ഏതായാലും ആദ്യം ഈ ആരോപണങ്ങളെ തുടർന്ന് ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിക്കുന്നു, അനുനയ നീക്കം നടത്തുന്നു. പക്ഷേ അനുനയ നീക്കം പാളുന്നു. പിന്നീട് വീണ്ടും ഈ ഭരണസമിതിയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ജനറൽ ബോഡിയിലെ മുഴുവൻ ആളുകളും ഒന്നടങ്കം പറഞ്ഞതോടെ ഭരണസമിതി മൊത്തത്തിൽ രാജിവെച്ച് പോകുന്നു. രാജിവെച്ച് പുറത്തിറങ്ങിയ ശേഷം ശ്വേതാ മേനോൻ വലിയ ആരോപണങ്ങളാണ് ഉയർത്തിയത്. കുറ്റാരോപിതർ സംഘടന പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, പുറത്തുപോയവർ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു, ഇതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരുക തന്നെ ചെയ്യും. ഏതായാലും നിലവിൽ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ നിലവിൽ നിയമിച്ചിട്ടുണ്ട്. ഈ അമ്മ താരസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അടുത്ത 4 മാസം ഈ അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും താരസംഘടനയെ നിയമിക്കുക. പിന്നീട് അവരായിരിക്കും എപ്പോൾ തിരഞ്ഞെടുപ്പ് അടക്കം നടത്തണമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. 9 അംഗ അഡ്ഹോക് സമിതിയിൽ നിലവിൽ കൺവീനറായി തിരഞ്ഞെടുത്തിട്ടുള്ളത് രമേശ് പിഷാരടി MLA ആണ്. ഇതിൽ മുൻപ് പലതവണയും പരാതിയുമായി മുൻപോട്ട് വന്നിട്ടുള്ള അൻസിബ ഹസൻ തനിക്ക് നീതി ലഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാൽ അല്ലാതെ വേറൊരു നായക നടന്മാർ പോലും പരിപാടിയിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നതാണ്. യുവതാരങ്ങൾ പൂർണ്ണമായും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് അമ്മയിലുണ്ടായത്. അതിനുശേഷമാണ് ഭരണസമിതി രാജിവെക്കുകയും അഡ്ഹോക് കമ്മിറ്റി ചുമതലയേൽക്കുകയും ചെയ്തത്.